എല്ലാവർക്കും മെൻറ്റർ വ്ലോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ ഏതാണ്? ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. 1857 വിപ്ലവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ 1857 വിപ്ലവം നടക്കുന്നത് എപ്പോഴാണ്? ഏത് ഡേറ്റിലാണെന്ന് ഓർത്തിരിക്കുക. 1857 മെയ് 10 എന്ന ദിവസം ഓർത്തിരിക്കുക. 1857 കലാപം നടക്കുന്നത് എപ്പോഴാണ്? 1857 മെയ് 10 ഈ കലാപത്തിൻ്റെ മറ്റൊരു പേരാണ് ശിപ്പായി ലഹള. ഈ കലാപത്തിൻ്റെ പേരെന്താണ്? ശിപ്പായി ലഹളയെന്ന്. ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്നും ശിപ്പായി ലഹളയെന്നും ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ 1857 മെയ് 10 നടന്ന ഈ കലാപത്തെയാണ് ശിപ്പായി ലഹളയെന്നും 1857 കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നുമൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ അധികം പോയിൻറ്റ്സ് ഒന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ എക്സ്ട്രാ പോയിൻറ്റ്സ് ആഡ് ചെയ്തിട്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ 1857 ഈ കലാപത്തിന് നിരവധി കാരണങ്ങളുണ്ടായിരുന്നു. സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങളുണ്ടായിരുന്നു, അതുപോലെ ഭരണപരമായ കാരണങ്ങളുണ്ടായിരുന്നു, രാഷ്ട്രീയ കാരണങ്ങളുണ്ടായിരുന്നു, വൈദേശിക സ്വഭാവമുണ്ടായിരുന്നു, സാമൂഹിക സാംസ്കാരിക കാരണങ്ങൾ, സൈനിക കാരണം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് സൈനിക കാരണം. അതുപോലെ പെട്ടെന്ന് കലാപം പൊട്ടിപ്പുറപ്പെടാൻ പെട്ടെന്നുള്ളൊരു കാരണം കൂടി കലാപത്തിലുണ്ട്. അപ്പോൾ ഈ 1848 എന്ന ഒരു ഡേറ്റ് 1857 നമ്മുടെ കലാപം ആരംഭിക്കുന്നത്. അപ്പോൾ 1848 ഈ ഒരു സമയത്താണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കുന്നത്. ഇത് നമ്മുടെ 1858 ഒരു കലാപത്തിൻ്റെ ഒരു രാഷ്ട്രീയ കാരണങ്ങളിലൊന്നാണ്. എന്ത്? ഈ 1848 നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമം. ഇത് നടപ്പിലാക്കുന്നത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കുന്നത്. അപ്പോൾ 1848 ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കുന്നത്. ഇത് നടപ്പിലാക്കിയത് ആരാണ്? നമ്മുടെ ഡൽഹൌസി പ്രഭുവാണ്. 1848 ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കുന്നു. ഇത് നടപ്പിലാക്കുന്നത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. എന്താണ് ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ പുരുഷന്മാരില്ലാത്ത അനന്തരാവകാശികളില്ലാത്ത നാട്ടുരാജ്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ പുരുഷ അനന്തരാവകാശികളില്ലാത്ത നാട്ടുരാജ്യങ്ങൾ എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെടും. അപ്പോൾ ഇതാണ് ഈ നിയമത്തിൽ പറയുന്നത്. അപ്പോൾ പുരുഷന്മാരായിട്ടുള്ള അനന്തരാവകാശികളില്ലാത്ത നാട്ടുരാജ്യങ്ങൾ എന്താണ്? നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെടും. അപ്പോൾ ഈ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യത്തെ നാട്ടുരാജ്യം ഏതാണ്? ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യത്തെ നാട്ടുരാജ്യം ഏതാണ്? സത്താരയാണ്. ഇപ്പോൾ പുരുഷ അനന്തരാവകാശി ഇല്ലാതെ എന്താണ് ആ നാട്ടുരാജ്യം എന്താണ്? ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കും, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യ ഏറ്റെടുക്കും. അപ്പം അങ്ങനെ ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഇന്ത്യ ഏറ്റെടുത്ത നാട്ടുരാജ്യം ഏതാണ്? സത്താരയാണ്. പിന്നീട് സത്താരയ്ക്ക് ശേഷം ഇവർ ജയ്പൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യം ഏറ്റെടുത്തു. സത്താരയ്ക്കും ജയ്പൂരിന് ശേഷം സാമ്പൽപൂർ. അപ്പോൾ ആദ്യം ഏതായിരുന്നു? സത്താര, പിന്നീട് ജയ്പൂർ, പിന്നീട് സാമ്പൽപൂർ, അതിനുശേഷം ഉദയ്പൂർ. പിന്നീട് നാഗ്പൂർ.
അപ്പോൾ ഉദയ്പൂർ, നാഗ്പൂർ, അവസാനമായിട്ട് ഏതാണ് നമ്മുടെ ഝാൻസി. അപ്പോൾ ഏതൊക്കെയായിരുന്നു ആദ്യമായിട്ട് ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശങ്ങൾ? സത്താറ, ജയ്പൂർ, സാമ്പൽപൂർ, ഉദയ്പൂർ, നാഗ്പൂർ, ഝാൻസി. ഏതൊക്കെയായിരുന്നു? ആദ്യമായിട്ട് കൂട്ടിച്ചേർത്തത് സത്താറയാണ്, പിന്നീട് ജയ്പൂർ, പിന്നീട് സാമ്പൽപൂർ, ഉദയ്പൂർ, നാഗ്പൂർ, ഝാൻസി. അപ്പോൾ ഇങ്ങനെയായിരുന്നു ബ്രിട്ടീഷുകാർ ഇത് നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൂട്ടിച്ചേർത്തത് ദത്തവകാശ നിരോധന നിയമത്തിലൂടെ. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഏതു വർഷമാണ്? 1848. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? പുരുഷ അനന്തരാവകാശികളില്ലാതെ വരുന്ന നാട്ടുരാജ്യങ്ങൾ എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെടുന്നു. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അങ്ങനെ ആദ്യമായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് സത്താറ, അതിനുശേഷം ജയ്പൂർ, അതിനുശേഷം സാമ്പൽപൂർ, പിന്നീട് ഉദയ്പൂർ, നാഗ്പൂർ, ഝാൻസി. അങ്ങനെയാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഔധ് എന്ന പ്രദേശത്ത് നമ്മൾ ഈ 1857 കലാപം തുടങ്ങുന്നതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം ഈ ഔധ് എന്ന് പറയുന്ന പ്രദേശം ഏതാണ്? ഈ ഔധ് എന്ന് പറയുന്ന പ്രദേശത്തിൽ എന്താണ്? ഇവിടെ ദുർഭരണ കുറ്റം ചുമത്തിയാണ്. ഇവിടുത്തെ ഭരണാധികാരിയുടെ മേലെ ദുർഭരണ കുറ്റം ബ്രിട്ടീഷുകാർ ചുമത്തിയിട്ട് ഈ ഔധിനെ 1856 ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഔധിലെ എന്താണ്? ദുർഭരണ കുറ്റം ചുമത്തി. ഔധ് എന്ന നാട്ടുരാജ്യത്ത് ദുർഭരണ കുറ്റം ചുമത്തിയിട്ട് 1856 നമ്മുടെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നത്? ഔധിനെ കീഴടക്കുന്നത്. അപ്പോൾ ഔധ് എന്താണ്? ബംഗാൾ ആർമിയുടെ നഴ്സറി എന്നൊക്കെയാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. ഔധ് എന്താണ്? ബംഗാൾ ആർമിയുടെ നഴ്സറി എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് അല്ലേ? എന്നാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്? 1856. അപ്പം ബംഗാൾ ആർമിയുടെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഔധാണ്. ഔധ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്നാണ്? 1856 ഓർത്തിരിക്കാം. ഇനി 1857 ആയപ്പോൾ എന്താണ്? ഈ ബ്രിട്ടീഷ് ഇന്ത്യയിൽ എന്താണ്? പട്ടാളക്കാരുണ്ട് അല്ലേ? പട്ടാളക്കാരുടെ മറ്റൊരു പേരാണ് എന്ത്? ശിപ്പായിമാർ അല്ലേ? ഇവർക്ക് എന്താണ്? ഈ ബ്രിട്ടീഷുകാർ തോക്കുകൾ വിതരണം ചെയ്യണം. ആ പട്ടാള ക്യാമ്പിൽ എന്ത് ചെയ്യുന്നു? തോക്കുകൾ വിതരണം ചെയ്യുന്നു. ഇങ്ങനെ തോക്കുകൾ കൊടുക്കുമ്പോൾ എന്താണ്? ആ തോക്കിൽ ഉപയോഗിച്ചിരുന്നത് എന്താണ്? പന്നിയുടെയും അതുപോലെ എന്തിൻ്റെയാണ്? പശുവിൻ്റെയും നെയ്യ് പുരട്ടിയ ഗണ്ണായിരുന്നു. അപ്പോൾ പന്നിയുടെയും പശുവിൻ്റെയും, പന്നി എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കും അതുപോലെ പശു എന്ന് പറയുന്നത് എന്താണ്? അത് ഹിന്ദുക്കൾക്കും എന്താണ് അല്ലേ? ഹിന്ദുക്കളുടെയും ഒരു പ്രതീകമായിരുന്നു. അപ്പോൾ എന്താണ്? ഈ ഒരു തോക്ക് വിതരണമാണ് നമ്മുടെ 1857 കലാപത്തിൻ്റെ പെട്ടെന്നുള്ളൊരു കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ 1857 കലാപത്തോടു കൂടി എന്താണ് സംഭവിച്ചത്? നമ്മുടെ മുഗൾ ഭരണത്തിന് എന്ത് സംഭവിച്ചു? മുഗൾ ഭരണത്തിന് അന്ത്യം കുറിച്ചു. മുഗൾ ഭരണത്തിന് എന്ത് സംഭവിച്ചു? മുഗൾ ഭരണം അന്ത്യം കുറിച്ചു. പിന്നെ നമ്മുടെ ഈ സമരത്തിൻ്റെ ഒരു രഹസ്യമുദ്ര എന്ന് പറയുന്നത് ചപ്പാത്തിയും ചുവന്ന താമരയുമായിരുന്നു. അപ്പോൾ ചപ്പാത്തിയിലാണ് ഈ ശിപ്പായിമാരെ അല്ലേ എഴുതി? അവരുടെ രഹസ്യങ്ങളൊക്കെ എഴുതി ചപ്പാത്തിയിൽ എഴുതിയിട്ടാണ് അവർ കൈമാറിയിരുന്നത്. അതുകൊണ്ടാണ് ഈ കലാപത്തിൻ്റെ രഹസ്യമുദ്രയായിട്ട് നമ്മൾ എന്ത് പറയുന്നത്? ചപ്പാത്തി, താമര. അപ്പോൾ ചപ്പാത്തിയും ചുവന്ന താമരയുമാണ് നമ്മളുടെ 1857 കലാപത്തിൻ്റെ ഒരു രഹസ്യമുദ്ര എന്നത് കൊണ്ട് രഹസ്യമുദ്ര. ഇനി 1857 കലാപത്തിൽ
നമ്മുടെ മംഗൾ പാണ്ഡെയാണ് ആദ്യത്തെ രക്തസാക്ഷി അല്ലേ. അദ്ദേഹമാണ് ആദ്യമായിട്ട് കലാപത്തിൽ മരണപ്പെടുന്നത്. മംഗൾ പാണ്ഡെ. അപ്പോൾ 1857 കലാപത്തിൽ ആദ്യ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെയാണ്. ഇദ്ദേഹം ആദ്യമായിട്ട് വെടിവെപ്പ് നടത്തുന്നത് ഏത് സ്ഥലത്താണ്? ബരാക്പൂരിലാണ്. അപ്പോൾ ഇദ്ദേഹം മംഗൾ പാണ്ഡെയാണ് 1857 കലാപത്തിൽ ആദ്യത്തെ രക്തസാക്ഷി. ഇദ്ദേഹം ആദ്യമായിട്ട് വെടിവെപ്പ് നടത്തുന്നത് എവിടെയാണ്? ബരാക്പൂർ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ് ആദ്യമായിട്ട് ഇദ്ദേഹം വെടിവെപ്പ് നടത്തുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ കലാപത്തിൽ ആദ്യം പിടിച്ചെടുക്കുന്ന പ്രദേശം ഏതാണ്? നമ്മൾ ഓരോന്നും ഓരോ പോയിൻ്റാണ് പറയുന്നത്. ഓരോ പോയിൻ്റും നിങ്ങൾ എഴുതിയെടുക്കുക അല്ലെങ്കിൽ കേട്ട് പഠിക്കുകയും ചെയ്യാം. ആദ്യം പിടിച്ചെടുത്ത പ്രദേശം ഏതാണ്? ഡൽഹിയാണ്. കലാപത്തിൽ ആദ്യം പിടിച്ചെടുത്ത പ്രദേശം ഏതാണ്? 1857 കലാപത്തിൽ ആദ്യമായിട്ട് പിടിച്ചെടുക്കുന്ന പ്രദേശം ഏതാണ്? ഡൽഹിയാണ്. ഡൽഹി എന്നാണ് പിടിച്ചെടുക്കുന്നത്? 1857 മെയ് 12-നാണ് ഡൽഹി പിടിച്ചെടുക്കുന്നത്. അപ്പോൾ 1857 കലാപം സ്റ്റാർട്ട് ചെയ്തത് മെയ് 10-നാണ്. അപ്പോൾ 2 ദിവസം കൊണ്ട് ഇവർ ഡൽഹി പിടിച്ചെടുത്തു. അപ്പോൾ ഡൽഹിയാണ് ആദ്യമായിട്ട് ഈ കലാപത്തിൽ പിടിച്ചെടുക്കുന്ന പ്രദേശം. അപ്പോൾ നമ്മുടെ ഈ കലാപത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തി ആക്കിയത് ആരെയാണ്? ബഹദൂർ ഷാ സെക്കൻഡിനെയാണ്. അപ്പോൾ ഈ പോയിൻ്റ് ഓർത്തിരിക്കാം. ഈ കലാപത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തി ആക്കിയത് ആരെയാണ്? ബഹദൂർ ഷാ സെക്കൻഡ്. ബഹദൂർ ഷാ സെക്കൻഡിനെയാണ് നമ്മളുടെ കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയാക്കിയത്. അപ്പോൾ 1857 കലാപ സമയത്ത് ചക്രവർത്തി ആരാണ്? ബഹദൂർ ഷാ സെക്കൻഡാണ് ചക്രവർത്തി എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? അപ്പോൾ ഈ കലാപത്തിലെ മംഗൾ പാണ്ഡെയാണ് ആദ്യത്തെ രക്തസാക്ഷി. അപ്പോൾ ഈ കലാപത്തിൻ്റെ മുദ്ര ഏതാണ്? ചപ്പാത്തിയും ചുവന്ന താമരയുമാണ്. അപ്പോൾ 1857 കലാപത്തിൽ മംഗൾ പാണ്ഡെ ആദ്യ വെടിവെപ്പ് നടത്തിയത് എവിടെയാണ്? ബരാക്പൂരിലാണെന്ന് ഓർത്തിരിക്കാം. ആദ്യം പിടിച്ചെടുത്ത പ്രദേശം ഏതാണ്? ഡൽഹിയാണ്. 1857 മെയ് 12-നാണ് ഡൽഹി പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ചക്രവർത്തിയാക്കിയത് ആരെയാണ്? ബഹദൂർ ഷാ സെക്കൻഡിനെയാണ് നമ്മുടെ ഇന്ത്യയുടെ ചക്രവർത്തിയാക്കിയത്. ഇനി 1857 കലാപത്തിൽ നമ്മുടെ മംഗൾ പാണ്ഡെ, നമ്മുടെ ആദ്യത്തെ രക്തസാക്ഷിയായ മംഗൾ പാണ്ഡെ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ വധിച്ചു. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ജെയിംസ് ഹ്യൂസൺ ആണ്. ഇതൊന്നും ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത പോയിൻറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് എഴുതിയെടുക്കുക. 1857 മാർച്ച് 9-നാണ് ഇദ്ദേഹത്തെ വധിക്കുന്നത്. അപ്പോൾ മാർച്ച് 29 കേട്ടോ, 29-നാണ് ഇദ്ദേഹത്തെ വധിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ മംഗൾ പാണ്ഡെ വധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ പേരെന്താണ്? ജെയിംസ് ഹ്യൂസൺ ആണ്. 1857 മാർച്ച് 29-നാണ് അദ്ദേഹത്തെ മംഗൾ പാണ്ഡെ വധിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ ഒരു തവണ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ജെയിംസ് ഹ്യൂസൺ മംഗൾ പാണ്ഡെ വധിച്ചത് ആരെയാണ്? ജെയിംസ് ഹ്യൂസണെയാണ്. 1857 മാർച്ച് 29-നാണ്. എന്നാണ് മംഗൾ പാണ്ഡെ ജെയിംസ് ഹ്യൂസനെ വധിക്കുന്നത്? 1857 മാർച്ച് 29-നാണെന്ന് പറയാം. അപ്പോൾ ഈ മംഗൾ പാണ്ഡെ ജെയിംസ് ഹ്യൂസനെ വധിച്ചല്ലോ 1857 മാർച്ച് 29-ന്. ഈ ജെയിംസ് ഹ്യൂസനെ വധിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇദ്ദേഹത്തെ അറസ്റ്റിന് ഉത്തരവ് നൽകി. അപ്പോൾ അറസ്റ്റിന് ഉത്തരവ് നൽകിയത് ആരാണ്? ജോൺ ഹെയ്സിയാണ്. ഈ പേരൊക്കെ പഠിക്കണം. ജോൺ ഹെയ്സി. അപ്പോൾ ഇദ്ദേഹം അറസ്റ്റിന് ഉത്തരവ് വിട്ടതാരാണ്? ജോൺ ഹെയ്സിയാണ്. ഇനി മംഗൾ പാണ്ഡെയെ വധിച്ചത് എന്നാണ്? മംഗൾ പാണ്ഡെയെ വധിക്കുന്നത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡേറ്റ്, മംഗൾ പാണ്ഡെയെ വധിക്കുന്നത് 1857 ഏപ്രിൽ
8-നാണ്. ഈ വർഷം ഓർത്തിരിക്കുക. അപ്പോൾ മംഗൾ പാണ്ഡെയെ വധിക്കുന്നത് എപ്പോഴാണ്? 1857 ഏപ്രിൽ 8-നാണ് മംഗൾ പാണ്ഡെയെ വധിക്കുന്നത്. അപ്പോൾ ഈ കലാപത്തെ തുടർന്ന് മംഗൾ പാണ്ഡെയെ വധിക്കുന്ന വർഷം ഏതാണ്? ഏപ്രിൽ 8 ഇനി മംഗൾ പാണ്ഡെ വധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ജെയിംസ് ഹ്യൂസൺ. 1857 മാർച്ച് 29-നാണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ജെയിംസ് ഹ്യൂസനെ മംഗൾ പാണ്ഡെ വധിക്കുന്നത്. ഇതിനെ തുടർന്ന് ജോൺ ഹെയ്സി എന്താണ്? അറസ്റ്റിന് ഉത്തരവ് നൽകുന്നു. പിന്നീട് മംഗൾ പാണ്ഡെയെ തൂക്കിൽ വധിക്കുന്നത് എപ്പോഴാണ്? 1857 ഏപ്രിൽ 8-നാണ് മംഗൾ പാണ്ഡെയെ ബ്രിട്ടീഷുകാർ വധിക്കുന്നത്. അങ്ങനെ 1857 അടിച്ചമർത്തിയത്, ഈ കലാപത്തെ അടിച്ചമർത്തിയത് ഏത് ഡേറ്റാണ്? ജൂലൈ 8 ബ്രിട്ടീഷുകാർ കലാപത്തെ അടിച്ചമർത്തുന്നത് ഏത് ഡേറ്റാണ്? ജൂലൈ 8-നാണ് ബ്രിട്ടീഷുകാർ ഈ കലാപത്തെ അടിച്ചമർത്തുന്നത്. അപ്പോൾ മംഗൾ പാണ്ഡെയെ വധിക്കുന്നത് ഏപ്രിൽ 8-നാണ്. ജൂലൈ 8-നാണ് നമ്മളുടെ ഈ കലാപത്തെ അടിച്ചമർത്തുന്നത്. അപ്പോൾ 1857 കലാപം ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഈ പോയിൻറ്റ്സ് ഒന്നും പറയുന്നില്ല. അപ്പോൾ നമ്മളിനി എക്സ്ട്രാ സിലബസ് അനുസരിച്ച് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ 1857 കലാപം പറയില്ല. കാരണം നമ്മൾ എല്ലാ പോയിൻറ്റ്സും ഇതിൽ പറയുന്നുണ്ട്. 1857 കലാപത്തിൽ മംഗൾ പാണ്ഡെയെ വധിക്കുന്നത് ഏപ്രിൽ 8-നാണ്. ജൂലൈ 8-നാണ് കലാപത്തെ അടിച്ചമർത്തുന്നത് കേട്ടോ. അപ്പോൾ ഈ കലാപ സമയത്ത് ആരായിരുന്നു ഗവർണർ ജനറൽ? ഈ കലാപ സമയത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു ആണ് അല്ലേ? ഈ കലാപ സമയത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു ആയിരുന്നു ഈ കലാപ സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ കേട്ടോ. ഇനി കലാപം ആരംഭിക്കുമ്പോൾ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ തലവൻ ആരായിരുന്നു? ജനറൽ ആൻസൺ ആണ്. ആൻസൺ. അപ്പോൾ നമ്മളുടെ ഈ കലാപം നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ കാനിങ് പ്രഭു ആയിരുന്നു. ഗവർണർ ജനറലാണ് കാനിങ് പ്രഭു. ഈ കലാപം നടക്കുന്ന സമയത്ത് നമ്മളെ ബ്രിട്ടീഷുകാരുടെ സൈന്യത്തിൻ്റെ മേധാവി ആരായിരുന്നു? ജനറൽ ആൻസൺ ആയിരുന്നു. കലാപം നടക്കുന്ന സമയത്ത് ജനറൽ ആൻസൺ ആയിരുന്നെങ്കിൽ കലാപം അവസാനിക്കുന്ന സമയത്ത് ആരായിരുന്നു എന്ന ക്വസ്റ്റ്യൻ ആരാണ്? കോളിൻ ക്യാമ്പൽ ആയിരുന്നു. കോളിൻ ക്യാമ്പൽ. അപ്പോൾ കോളിൻ ക്യാമ്പൽ ആയിരുന്നു എന്ത്? കലാപം അവസാനിക്കുന്ന സമയത്ത് കോളിൻ ക്യാമ്പലും കലാപം ആരംഭിക്കുന്ന സമയത്ത് ആരായിരുന്നു? ജനറൽ ആൻസൺ ആയിരുന്നു. കലാപം അവസാനിക്കുന്ന സമയത്ത് ആരാണ്? കോളിൻ ക്യാമ്പൽ ആണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചിപ്പോൾ? മംഗൾ പാണ്ഡെയെ വധിച്ചത് ഏപ്രിൽ 8-നാണെന്ന് പഠിച്ചു അല്ലേ? 1857 ഏപ്രിൽ 8-ന് കലാപം അടിച്ചമർത്തിയത് ജൂലൈ 8-നാണെന്ന് പഠിച്ചു. ഗവർണർ ജനറൽ ആരായിരുന്നു അന്നത്തെ സമയത്ത്? കാനിങ് പ്രഭു ആയിരുന്നു ഗവർണർ ജനറൽ എന്ന് പഠിച്ചു. ഈ കലാപം ആരംഭിക്കുമ്പോൾ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ തലവൻ ആരായിരുന്നു? ജനറൽ ആൻസൺ ആയിരുന്നു. കലാപം അവസാനിക്കുന്ന സമയത്ത് ആരാണ്? കോളിൻ ക്യാമ്പൽ ആണ്. ഇനി ഈ കലാപം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു കൂടി നമ്മൾ പഠിക്കണം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? പാൽമേഴ്സൺ പ്രഭു അല്ലേ? പാൽമേഴ്സൺ പ്രഭു ആയിരുന്നു ബ്രിട്ടനിലെ അന്നത്തെ പ്രധാനമന്ത്രി. അപ്പോൾ 1857 കലാപം നടക്കുന്ന സമയത്ത് ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? പാൽമേഴ്സൺ പ്രഭു ആയിരുന്നു ബ്രിട്ടനിലെ പ്രധാനമന്ത്രി എന്ന് ഓർത്തിരിക്കുക. ഈ സമയത്ത് രാജ്ഞി ആരായിരുന്നു ബ്രിട്ടനിലെ? വിക്ടോറിയ രാജ്ഞി ആയിരുന്നു. പാൽമേഴ്സൻ്റെ വൈഫ് അല്ലേ? വിക്ടോറിയ രാജ്ഞിയായിരുന്നു ബ്രിട്ടനിൻ്റെ രാജ്ഞി. അപ്പോൾ നമ്മുടെ 1857 കലാപം നടക്കുമ്പോൾ കലാപ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു ബ്രിട്ടനിൽ? പാൽമേഴ്സൺ പ്രഭു ആയിരുന്നു. രാജ്ഞി ആരാണ്? വിക്ടോറിയ രാജ്ഞിയാണ് അല്ലേ? അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് പഠിച്ചത്? കലാപം അടിച്ചമർത്തിയത് ജൂലൈ 8-നാണെന്ന് പഠിച്ചു അല്ലേ?
ഗവർണർ ജനറൽ കാനിങ് പ്രഭു ആണെന്ന് പഠിച്ചു. കലാപം ആരംഭിക്കുമ്പോൾ ബ്രിട്ടീഷ് സൈന്യ തലവൻ ആരായിരുന്നു? ജനറൽ ആൻസൺ ആണെന്ന് പഠിച്ചു. അവസാനിക്കുമ്പോൾ ആരാണ്? കോളിൻ ക്യാമ്പൽ ആണെന്ന് പഠിച്ചു. ഇനി എന്താണ്? ഈ കലാപ സമയത്ത് ബ്രിട്ടനിലെ പ്രധാനമന്ത്രി പാൽമേഴ്സൺ പ്രഭു ആണെന്ന് പഠിച്ചു. ഇനി രാജ്ഞി ആരാണ്? വിക്ടോറിയ രാജ്ഞിയാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് 1857 കലാപത്തിലെ നേതാക്കളെ കുറിച്ചാണ് കേട്ടോ. ഈ നേതാക്കളെക്കുറിച്ച് പഠിക്കണം. അവർ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയതെന്ന് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ 1857 കലാപത്തിൻ്റെ നേതാക്കൾ ആരൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. അതുപോലെ അവർ ഓരോ സ്ഥലത്തും ഓരോ നേതാക്കളാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. ആ കലാപത്തിന് നേതൃത്വം നൽകിയ നേതാക്കളെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ കാൺപൂർ, നമുക്ക് ആദ്യത്തെ 5 സ്ഥലത്തിൻ്റെ പേര് പഠിക്കാം. അടുത്ത 5 സ്ഥലത്തിൻ്റെ പേര്, അങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഒന്നാമത്തെ സ്ഥലം കാൺപൂരാണ് കേട്ടോ. ഒന്നാമത്തെ സ്ഥലം ഏതാണ്? കാൺപൂർ. ഒന്നാമത്തെ സ്ഥലം ഏതാണ്? കാൺപൂരാണ്. അപ്പോൾ ഇവിടെ നേതൃത്വം നൽകിയത് ആരാണ്? കാൺപൂർ എന്ന സ്ഥലത്ത് നമ്മുടെ ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? നാനാ സാഹിബ്. പിന്നെ ആരാണ്? താന്തിയോ തോപ്പി. അപ്പോൾ ആരാണ്? നമ്മുടെ കാൺപൂർ എന്ന സ്ഥലം, ഒന്നാമത്തെ സ്ഥലമാണ് കാൺപൂർ. ഈ സ്ഥലത്ത് നമ്മുടെ കലാപത്തിന് നേതൃത്വം നൽകിയത് 2 വ്യക്തികളാണ്. ആരൊക്കെയാണ്? നാനാ സാഹിബ് ഉണ്ട്, അതുപോലെ ആരാണ്? താന്തിയോ തോപ്പി ഉണ്ട്. അപ്പോൾ കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരാണ്? നാനാ സാഹിബും താന്തിയോ തോപ്പിയുമാണ് കാൺപൂരിൽ നേതൃത്വം നൽകിയത്. കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരാണ്? നാനാ സാഹിബ്, താന്തിയോ തോപ്പി. നാനാ സാഹിബ്, താന്തിയോ തോപ്പി ഏത് സ്ഥലത്താണ്? കാൺപൂരിൽ. കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബ്, താന്തിയോ തോപ്പി. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. പോസ് ചെയ്തിട്ട് കാൺപൂർ, നാനാ സാഹിബ്, താന്തിയോ തോപ്പി എന്നൊന്ന് ജസ്റ്റ് പറഞ്ഞു നോക്കാം. ഇനി അടുത്ത സ്ഥലം, രണ്ടാമത്തെ സ്ഥലം ഏതാണ്? ഡൽഹിയാണ്. ഡൽഹിയിൽ ആരാണ് നേതൃത്വം നൽകിയത്? ബഹദൂർ ഷാ സെക്കൻഡ്. നമ്മൾ പറഞ്ഞു അല്ലേ, കലാപ സമയത്ത് ഇന്ത്യയിലെ ചക്രവർത്തിയായിട്ട് നിയമിച്ചത് ആരെയാണ്? കലാപകാരികൾ ബഹദൂർ ഷാ സെക്കൻഡിനെയാണ്. അപ്പോൾ ഡൽഹിയിൽ ബഹദൂർ ഷാ സെക്കൻഡ് ഉണ്ട്, പിന്നെ ഒരാൾ കൂടി ഉണ്ട്, ഭക്തി ഖാൻ. നമ്മളിത് വിരൽ വെച്ചിട്ട് എഴുതുന്നതാണ്, അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നാലും ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഡൽഹിയിൽ കലാപത്തിന് റെക്കോർഡ് ചെയ്തിട്ട് എടുക്കുന്നതാണല്ലോ. അപ്പോൾ ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകുന്നത് ആരാണ്? നേതൃത്വം നൽകിയത് ആരാണ്? ബഹദൂർ ഷാ സെക്കൻഡ്. ബഹദൂർ ഷാ സെക്കൻഡിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ആ കലാപ സമയത്ത് കലാപകാരികൾ ഇദ്ദേഹത്തെയാണ് ചക്രവർത്തിയാക്കിയത് ഇന്ത്യയുടെ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ബഹദൂർ ഷാ സെക്കൻഡാണ്. അപ്പോൾ ഡൽഹിയിൽ ബഹദൂർ ഷാ സെക്കൻഡും ഭക്തി ഖാൻ എന്ന് പറയുന്ന വ്യക്തിയും കൂടിയാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ഡൽഹിയിൽ ആരാണ്? ബഹദൂർ ഷാ സെക്കൻഡും ഭക്തി ഖാനും. നേരത്തെ നമ്മൾ പഠിച്ച കാൺപൂരിൽ ആരായിരുന്നു? നാനാ സാഹിബും താന്തിയോ തോപ്പിയുമായിരുന്നു കാൺപൂരിലെങ്കിൽ ഡൽഹിയിൽ ആരാണ്? ബഹദൂർ ഷാ സെക്കൻഡും ഭക്തി ഖാനുമാണ് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ബഹദൂർ ഷാ സെക്കൻഡും ഭക്തി ഖാനും. കാൺപൂരിൽ നാനാ സാഹിബ്, താന്തിയോ തോപ്പി. അപ്പോൾ 2 നമ്മൾ പഠിച്ചു. 2 സ്ഥലങ്ങളിൽ നേതൃത്വം നൽകിയ വ്യക്തികളെക്കുറിച്ച് പഠിച്ചു. ഇനി 3ാമത്തെ സ്ഥലമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഝാൻസി. പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, ഝാൻസി. 3ാമത്തെ സ്ഥലം ഏതാണ്? ഝാൻസിയാണ്. ഝാൻസിയിൽ ആരാണ്? ഝാൻസി റാണി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? റാണി ലക്ഷ്മിബായി ആണ്.
അപ്പോൾ ഝാൻസി എന്ന സ്ഥലത്ത് നമ്മുടെ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? റാണി ലക്ഷ്മിബായി ആണ് ഝാൻസി എന്ന സ്ഥലത്ത് കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ആരൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബും താന്തിയോ തോപ്പിയാണെന്ന് പഠിച്ചു. അതുപോലെ പിന്നെന്താ പഠിച്ചത്? ഡൽഹിയിൽ ബഹദൂർ ഷാ സെക്കൻഡും ഭക്തിഗാനുമാണെന്ന് പഠിച്ചു. ഝാൻസിയിൽ ഇപ്പോൾ ആരാണ്? ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി ആണ് നമ്മുടെ എന്താ പറയുക ഝാൻസി റാണി എന്നൊക്കെ അറിയപ്പെടുന്നു. മണികർണിക എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ റാണി ലക്ഷ്മിബായി ആണ്. മണികർണിക, ഝാൻസി റാണി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ റാണി ലക്ഷ്മിബായി ആണ്. ശരിക്കും പേര് റാണി ലക്ഷ്മിബായി എന്നാണ്. അപ്പോൾ ഝാൻസിയിൽ നേതൃത്വം നൽകിയത് ആരാണ്? റാണി ലക്ഷ്മിബായി ആണ് കേട്ടോ. ഇനി 4ാമത്തെ സ്ഥലമാണ് ഫൈസാബാദ്. ഫൈസാബാദ് ഇവിടെ മൗലവി അഹമ്മദുള്ളയാണ്. മൗലവി അഹമ്മദുള്ളയാണ് എവിടെ നേതൃത്വം നൽകിയത്? നമ്മുടെ ഫൈസാബാദ് എന്ന സ്ഥലത്ത്. അപ്പോൾ 4ാമത്തെ ഒരു സ്ഥലമാണ് ഏതാണ്? ഫൈസാബാദ്. ഇവിടെ നേതൃത്വം നൽകിയത് ആരാണ്? മൗലവി അഹമ്മദുള്ളയാണ് നമ്മുടെ ഫൈസാബാദിൽ എന്തിന് നേതൃത്വം നൽകുന്നത്? ഫൈസാബാദിൽ നമ്മുടെ 1857 കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ വ്യക്തികളാണ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് കാൺപൂരിൽ നാനാ സാഹിബും താന്തിയോ തോപ്പിയാണെന്ന് പഠിച്ചു. ഡൽഹിയിൽ ബഹദൂർ ഷാ സെക്കൻഡ് ഭക്തിഗാനാണെന്ന് പഠിച്ചു. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി ആണെന്ന് പഠിച്ചു. ഫൈസാബാദിൽ ഇപ്പോൾ ആരാണ്? മൗലവി അഹമ്മദുള്ളയാണ്. ഇനി 5ാമത്തെ ഒരു പ്ലേസാണ് മീററ്റ്. 5 മീററ്റ്. മീററ്റ്. ഈ മീററ്റിൽ ആരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്? ഖദം സിംഗ് ആണ്. മീററ്റിൽ ആരാണ്? ഖദം സിംഗ്. അപ്പോൾ മീററ്റിൽ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഖദം സിംഗ് ആണ് മീററ്റിൽ കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ 5ാമത്തെ സ്ഥലത്തിൻ്റെ പേരെന്താണ്? മീററ്റ് എന്നാണ്. മീററ്റിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഖദം സിംഗ്. അപ്പോൾ നമ്മൾ 5 സ്ഥലങ്ങളുടെ പേര് പഠിച്ചു. കാൺപൂർ പഠിച്ചു, ഡൽഹി പഠിച്ചു, ഝാൻസി പഠിച്ചു. ഝാൻസിയിൽ ആരാണ്? റാണി ലക്ഷ്മിബായി ആണ്. ഫൈസാബാദിൽ ആരാണ്? മൗലവി അഹമ്മദുള്ളയാണ്. മീററ്റിൽ ആരാണ്? ഖദം സിംഗ് ആണ്. മീററ്റിൽ ആരാണ്? ഖദം സിംഗ് ആണ്. ഡൽഹിയിൽ ആരാണ്? ബഹദൂർ ഷാ സെക്കൻഡും ഭക്തിഗാനുമാണ് ഡൽഹിയിൽ. കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബ് താന്തിയോ തോപ്പിയുമാണ് കാൺപൂരിൽ. അപ്പോൾ കാൺപൂർ പഠിച്ചു, ഡൽഹി പഠിച്ചു, ഝാൻസി പഠിച്ചു, ഫൈസാബാദ് പഠിച്ചു, മീററ്റ് പഠിച്ചു നമ്മൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 6ാമത്തെ സ്ഥലമാണ്. അപ്പോൾ എല്ലാം കൂടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2 ക്ലാസ് ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്കൊരു 7 സ്ഥലം വരെയും ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് 1857 കലാപത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മളിത് സിലബസിൽ വരുമ്പോൾ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് ഇനി എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇത് SCERT കവർ ചെയ്തപ്പോൾ 1857 കലാപം എന്ന ടോപ്പിക്ക് കണ്ടു. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഇപ്പോൾ തരുന്നത്. അപ്പോൾ ഇനി സിലബസ് അനുസരിച്ച് ഓർഡറിൽ ക്ലാസ് തരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് 1857 ക്ലാസ് ഉണ്ടാവില്ല. കലാപത്തിലെ ക്ലാസ് നമ്മൾ തരുന്നതായിരിക്കില്ല. അപ്പോൾ ഇതോടെ 1857 കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓരോ പോയിൻറ്റ്സും നോട്ടിലിങ്ങനെ ലെക്ചർ നോട്ടായിട്ട് എഴുതിയെടുത്താൽ മതി. വലിച്ചു വാരിയൊന്നും എഴുതണ്ട. ഞാനിപ്പോൾ എഴുതുന്ന പോലെ ലെക്ചർ നോട്ടായിട്ട് തന്നെ എഴുതിയെടുത്താൽ മതി. ഇനി അലഹബാദ്. 6ാമത്തെ ഒരു പ്ലേസാണ് അലഹബാദ്. അലഹബാദാണ്. അലഹബാദിൽ ആരാണ്? ലിയാഖത്ത് അലി ഖാനാണ്. അലഹബാദിൽ ആരാണ്? അലഹബാദിൽ ആരാണ്? ലിയാഖത്ത് അലി ഖാനാണ്. അലഹബാദിൽ ആരാണ്? ലിയാഖത്ത്
അലിഖാനാണ് അലഹബാദിന് നേതൃത്വം നൽകിയത്. അപ്പോൾ അലഹബാദിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ലിയാഖത്ത് അലിഖാനാണ് അലഹബാദിൽ നേതൃത്വം നൽകിയത്. പിന്നെ ഒരു സ്ഥലം കൂടി, ഒരു പ്ലേസ് കൂടി നമുക്ക് പഠിക്കാം. മധുരയിൽ ആരാണ്? 7ാമത്തെ പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെയും പഠിച്ചത് കാൺപൂർ പഠിച്ചു, ഡൽഹി പഠിച്ചു, ഝാൻസി പഠിച്ചു, ഫൈസാബാദ് പഠിച്ചു, മീററ്റ് പഠിച്ചു, അലഹബാദ് പഠിച്ചു. ഇനി മധുരയിൽ ആരാണ്? ദേവി സിംഗ് ആണ്. സിമ്പിളാണ് പഠിക്കാൻ. ദേവി സിംഗ്. മധുരയിൽ ആരാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്? ദേവി സിംഗ് ആണ് മധുരയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ 1857 കലാപത്തിൽ ഇനിയും ഒട്ടനവധി സ്ഥലങ്ങളുണ്ട്. ഗോളിയോറുണ്ട്, ഹരിയാനയുണ്ട്, ആസാം, ലക്നൗ, ഔധ്, ആഗ്ര, അയോധ്യ, ബീഹാർ, ജഗദീഷ്പൂർ, ആര, ബറേലി, റോഹിൽഖണ്ഡ്, മഡാസോർ, ഔധ്, അങ്ങനെ UP, ബാരൗട്ട്, പർഗാന, അങ്ങനെ ഛോട്ടാ നാഗ്പൂർ അവിടെയുണ്ട്, കോൾവർഗം, അങ്ങനെ ഒട്ടനവധി പ്രദേശങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിലായിട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ മധുരയിൽ ആരാണ് നേതൃത്വം നൽകിയത്? ദേവി സിംഗ് ആണ്. അപ്പോൾ ഇതുവരെ എടുത്തത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം മാത്രം അടുത്ത ക്ലാസ് കാണാം. അപ്പോൾ ഇതുവരെ എടുത്ത ടോപ്പിക്കുകൾ ലെക്ചർ നോട്ടായിട്ട് എഴുതിയെടുക്കുന്നവർക്ക് അങ്ങനെ എഴുതിയെടുത്തിട്ട് പഠിക്കാം. അപ്പോൾ അതായിരിക്കും ബെറ്റർ. എല്ലാ ക്ലാസ്സിൻ്റെയും ലെക്ചർ നോട്ട് എഴുതി പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ലെക്ചർ നോട്ട് എഴുതിയിട്ട് ഓരോ പോയിൻറ്റ്സ് ഇട്ട് എഴുതുക. എന്നിട്ട് ആ പോയിൻറ്റ്സ് കാണുമ്പോൾ തന്നെ ഇത് ഇന്ന കാര്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റണം. നമ്മൾ തന്നെ സ്വന്തമായിട്ട് പറഞ്ഞു പരിശ്രമിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ 1857 കലാപത്തിൻ്റെ നേതാക്കന്മാരും അതുപോലെ അവർ ഏത് പ്ലേസിലാണ് നേതൃത്വം നൽകിയ നേതാക്കന്മാർ, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലിപ്പോൾ ചർച്ച ചെയ്തത്. അപ്പോൾ അതിൻ്റെ ബാക്കി നമ്മൾ നാളത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ ഒരുപാട് ലെങ്തി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ബാക്കി കണ്ടിന്യൂസ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ മായ എന്ന് പറഞ്ഞൊരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ്, മാത്സ്, അതുപോലെ കറണ്ട് അഫയേഴ്സ്, പിന്നെന്താ മലയാളം, ഈ സബ്ജക്റ്റ് കൂടി ഒന്ന് എടുക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ്, അതുപോലെ മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ്, ഈ 4 സബ്ജക്റ്റിൽ നിന്നും കൂടി നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് 50 മാർക്കാണ്. അപ്പോൾ നമ്മളിനി SCERTയും ഈ 4 സബ്ജക്റ്റുമാണ് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാക്കിയൊക്കെ നമ്മളവിടെ ഇടുകയാണ്. നമുക്കിത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ഓരോ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ SCERT നമ്മൾ SCERT കംപ്ലീറ്റ് ആക്കുന്നു. അതുപോലെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ്, ഈ 4 സബ്ജക്റ്റും SCERTന്ന് നമുക്കറിയാം ഒരു 75% ക്വസ്റ്റ്യൻസ് SCERTന്നാണ് ഉണ്ടാവുന്നത്. കൂടാതെ നമുക്ക് 50 മാർക്കിൻ്റെ ഉള്ള ക്വസ്റ്റ്യനാണ് ഈ പറഞ്ഞ സബ്ജക്റ്റുകളൊക്കെ. അപ്പോൾ ഇതുകൂടി നമ്മൾ കവർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി മുടങ്ങാതെ വീഡിയോസ് ഇടാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ശതമാനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി വീഡിയോ നമ്മൾ മാത്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ മലയാളത്തിൻ്റെയും വീഡിയോസൊക്കെ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സുകളിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മുടങ്ങാണ്ട് അപ്ഡേറ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക. അപ്പോൾ 1-2 ദിവസമൊക്കെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി മുന്നിട്ട വീഡിയോസൊക്കെ കണ്ട് ലെക്ചർ നോട്ട് തയ്യാറാക്കി പഠിക്കുക. അപ്പം നിങ്ങൾ ഇപ്പോൾ SCERTക്ക് ഒരു ലെക്ചർ നോട്ട് വയ്ക്കുക. ഒരുപാട് നോട്ടുകളൊന്നും വലിച്ചു വാരി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. SCERTക്ക് ഒരു ലെക്ചർ നോട്ട് വയ്ക്കുക. അതുപോലെ മാത്സിനും ഇംഗ്ലീഷിനും കറണ്ട് അഫയേഴ്സിനും അതിനൊക്കെ ഇംഗ്ലീഷ്, ഈ 4 സബ്ജക്റ്റിനും സെപ്പറേറ്റ് ഒരു നോട്ട് ബുക്ക് വയ്ക്കാം. പിന്നെ SCERT GK എന്ന് പറയുന്ന നോട്ടായിട്ട് SCERTക്ക് ഒരു സെപ്പറേറ്റ് നോട്ട് ബുക്ക് വയ്ക്കുക. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഒരുവിധം ആൻസറൊക്കെ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ SCERT അതുപോലെ ഈ 4 സബ്ജക്റ്റ്, ഈ താരങ്ങളായ 4 സബ്ജക്റ്റും കൂടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് SCERTയിൽ ഇല്ലാത്ത പോയിൻറ്റ്സുകൾ ഉണ്ടാവും സിലബസിൽ, അതൊക്കെ കൂടി പഠിക്കാം. എല്ലാ സബ്ജക്റ്റിലും ഉണ്ടാവും. ഇപ്പോൾ കേരളത്തിൻ്റെ ആണെങ്കിൽ കേരള ജോഗ്രഫി എടുക്കുക,
അപ്പോൾ അതിൽ നദികൾ പഠിക്കാനുണ്ട്, കായലുകൾ, വള്ളംകളി, അങ്ങനെ ഒരുപാട് ടോപ്പിക്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം ആ ഒരു ടോപ്പിക്സുകളൊക്കെ സിലബസ് അനുസരിച്ച് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം SCERT കംപ്ലീറ്റ് ആക്കുക. ബേസിക് ആയിട്ടുള്ളത് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ കംപ്ലീറ്റ് ആക്കുക. SCERT കംപ്ലീറ്റ് ആക്കുക. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫേഴ്സ്, ഈ 4നും കൂടി എത്രയാണെന്ന് അറിയാലോ, 50 മാർക്ക് ഉണ്ടാവും. കറണ്ട് അഫേഴ്സിന് 20, ബാക്കിയുള്ളതിൽ നിന്നൊക്കെ 10 വീതം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 50 മാർക്ക് നമുക്ക് ഇതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, പിന്നെ SCERT നിന്ന് നമുക്കറിയാം 75% GK ക്വസ്റ്റ്യൻസ് SCERT നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ നോക്കി പഠിക്കാം. പിന്നെ ബാക്കി നമ്മൾ സിലബസ് അനുസരിച്ച് ക്ലാസ്സുകൾ പതുക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് ആദ്യം കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു സബ്സ്ക്രൈബർ അങ്ങനെ പറഞ്ഞത് കൊണ്ട് നമ്മൾ ആദ്യം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് ബെറ്ററായിട്ട് തോന്നുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.